Hello friends, welcome back to Juby's Fusion. ഇന്ന് നമ്മൾ ഒരു കട്ട്ലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഏത് കട്ട്ലെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയ കട്ട്ലെറ്റാണ്. ഇതിന് ആദ്യം നമ്മൾ ചട്ടി ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞു വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ വേറെയും ചില വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതൊന്ന് നോക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. നല്ലതുപോലെ വഴന്നതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്തൊന്ന് അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ സമയത്ത് നമുക്ക് വട്ടാണ ഉണ്ടെങ്കിൽ അതൊന്ന് വേവിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെല്ലാം പച്ച മണം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഇനി നമ്മൾ 3 കിഴങ്ങ്, വലിയ സൈസിലുള്ള 3 കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് അത് നമ്മൾ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ യോജിച്ചതിന് ശേഷം നമുക്ക് ഇത് ഉരുട്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിലാക്കി എടുക്കേണ്ടതാണ്. അതിനു മുമ്പ് നമ്മൾ നല്ലതുപോലെ യോജിപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നല്ലതുപോലെ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത്, ഹാർട്ടിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഏത് ഷേപ്പാണോ വേണ്ട ആ ഒരു ഷേപ്പിൽ നമ്മളിതൊന്ന് ഉണ്ടാക്കി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കി പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം. ഈ വീഡിയോയുടെ ക്രെഡിറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് ചെന്ന് കാണണം എല്ലാവരും കേട്ടോ. ഇതാ നമ്മുടെ കട്ട്ലറ്റൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനാവശ്യമായത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഒരു 4 ബ്രെഡിൻ്റെ ക്രംസും പിന്നെ 1 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുക്കി വറുക്കാനാണ് ആവശ്യമുള്ളത്. ഈ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഒരു കട്ട്ലറ്റ് എടുത്ത് മുട്ടയും മുക്കി ബ്രെഡ് ക്രംസിലോട്ട് മുക്കിയിട്ട് നമുക്കത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. കട്ട്ലറ്റ് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അത് വേകുന്നത് വരെ, അല്ലെങ്കിൽ വെന്ത സാധനമാണ് പക്ഷേ നല്ലതുപോലെ ഒന്ന് ആകുന്നത് വരെ, ബ്രൗൺ കളർ ഗോൾഡൻ ഫ്രൈ ആകുന്നത് വരെ വയ്ക്കണം. ഇതാ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജുബീസ്.